بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. നാം എല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതര സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നമ്മളെ നേതാവായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ എന്ന നിലയ്ക്ക് ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ചില ആളുകൾ ചില പ്രതിസന്ധി ഘട്ടത്താകുമ്പോൾ നമ്മൾ അവരെ ഇടങ്ങേറാക്കുന്ന ഒരു സ്വഭാവം പൊതുവെ ഇന്ന് മനുഷ്യർ കണ്ടുവരുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു 1/4 സെന്റ് ആവശ്യമുണ്ട്. അത് അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് നടന്നു പോകാനുള്ള വഴിയാണ്. പക്ഷെ ആ വഴി വാങ്ങാൻ ചെല്ലുമ്പോൾ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ വില പറയുന്ന ഒരു ആഭാസം, ഇതിന് അല്ലാതെ വേറൊന്നും പറയാനില്ല. അത്തരം ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇവിടെ പരിശുദ്ധ ഇസ്ലാമിന് വ്യക്തമായ നിലപാടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ചെയ്യാൻ പാടില്ലേ? ഒരു മനുഷ്യനെ ഇടങ്ങേറാക്കുക, അവനൊന്നും കൊടുക്കാതെ നമ്മൾ പിടിച്ചു വെക്കുക, അവന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയും ഇച്ഛയ്ക്ക് വേണ്ടിയും അവന്റെ ആർഭാടത്തിന് വേണ്ടിയും ആഘോഷത്തിന് വേണ്ടിയും ലക്ഷങ്ങളും കോടികളും പൊടിക്കുമ്പോൾ ഒരു പാവപ്പെട്ടവന്റെ വിഷയത്തിൽ ഈ ഒരു കടുംപിടുത്തം അത് പാടില്ല, അത് പാടില്ല. അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന പരിണിത ഫലം പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെക്കുന്നതാണ്. അലാ ഇന്ന സമാനക്കും ഹാദാ സമാനുൻ അലൂൽ. നിങ്ങൾ ഈ നിലകൊള്ളുന്ന സമൂഹം, ഏത് വർത്തമാന കാലഘട്ടത്തിൽ നാം സംസാരിക്കുമ്പോൾ ഈ കാലഘട്ടം നബിതങ്ങൾ അന്നേ പറഞ്ഞു വെക്കാണ്. നിങ്ങൾ അധിവസിക്കുന്ന ഈ കാലഘട്ടം അലൂൽ, അത് ഈ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് ഒന്നും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരുടെ ഒരു കാലമാണത്. അവൻ ചെലവഴിക്കേണ്ട വസ്തുക്കളെല്ലാം തടഞ്ഞു വെച്ച് അവനിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തിനാണത് സഹോദരങ്ങളെ? മരണപ്പെട്ടു പോകുമ്പോൾ വെറും കൈയോടെ പോകേണ്ട ഞാനും നിങ്ങളും ഇങ്ങനെ മുറുക്കി പിടിച്ച് ജീവിച്ച് ജനിച്ച് ഈ ഭൂമിയിൽ വീണ ഞാനും നിങ്ങളും മരണപ്പെട്ടു പോകുമ്പോൾ ഏതെങ്കിലും ഒരു മയ്യത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുറുക്കി പിടിച്ചിട്ട് പോകണമെന്നില്ല. അവന്റെ കൈ ഇങ്ങനെ തുറന്നായിരിക്കും ഇരിക്കുക. ഒന്നുമില്ലാതെയാണ് നമ്മൾ പോകുന്നത്, ഒന്നും കൊണ്ടുപോകാതെയാണ് നമ്മൾ പോകുന്നത്. ആകെ ഒരു 3 തുണ്ടൻ തുണിയാണ് പിന്നെ നമുക്ക് അവശേഷിച്ച് ബാക്കി കിട്ടുന്നത്. ബാക്കിയെല്ലാം ഈ ദുനിയാവിൽ ഉപേക്ഷിച്ചു പോകുന്ന നമ്മൾ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ, അവനൊരു ചെറിയ അത്യാവശ്യം വന്നു, അവനിക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യം പൈസ വേണ്ടി വന്നു. ആ പൈസക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് ചെന്ന് ചോദിക്കുമ്പോൾ പലിശ പറയുകയാണ്. നീ പൈസ നിനക്ക് ഒരു 10,000 രൂപ തരാം, തിരിച്ചു തരുമ്പോൾ നീ 30,000 രൂപ ആയിട്ട് തരണം. എട്ടങ്ങേറ് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വശഹിദ ശിറാറുൻ നാസി യുബായിഉന കുല്ല മുൽത്തർ. ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നവൻ, വ്യവഹാരങ്ങൾ ചെയ്യുന്നവൻ, അത് പച്ചയായ ഹറാമാണ്. അലാ ഇന്നൽ ബൈഅൽ മുൽത്തരീന ഹറാം. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ആ ഹദീസിൽ കാണാം, ആവർത്തിച്ച് പറയുന്നുണ്ട്. അറിയണം, മുൽത്തരീങ്ങളായ ഇടങ്ങേറായിട്ട് കഴിയുന്നവരെ വില കൂട്ടിയിട്ട് കച്ചവടം നടത്തുന്ന വിഷയം ഹറാമാണ്, ചെയ്യരുത്. അലാ ഇന്ന ബൈഅൽ മുൽത്തരീന ഹറാം. റസൂലുള്ളാഹി വ്യക്തമായിട്ട് വീണ്ടും 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 എടുത്ത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതാരും ഗൗനിക്കാറില്ല. കച്ചവടമല്ലേ, എന്റെ ഇഷ്ടത്തിന് ഞാൻ കച്ചവടം ചെയ്യും, എന്റെ സ്ഥലം എന്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുക്കും, ആ വഴി അവനിക്ക് വേണ്ടെങ്കിൽ അവൻ വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് അവന്റെ മനസ്സിനെ ആകെ ഇടങ്ങേറാക്കുന്ന ഒരു സ്വഭാവം ഇന്ന് സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട്. അത് അവസാനിപ്പിക്കേണ്ടതാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവരോടും നമ്മൾ ഈ സമീപനം ഉണ്ടാകണം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളിമുഹു, അവനെ ആക്രമിക്കരുത്. വലാ യഖുലുഹു, അവനെ വഞ്ചിക്കരുത്. ഇൻ കാന ഇൻദക മഅറൂഫൻ ഫഉദ് ബിഹി അലാ അഖീക. നിനക്ക് വല്ല നന്മയും നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിന്റെ സഹോദരനും കൂടി നീ അത് പങ്കുവെക്കണം. വ ഇല്ലാ ഫലാ തസിദുഹു ഹലാക്കൻ ഇലാ ഹലാകിഹി. കണ്ട, നീ എന്നിട്ട് പിടിച്ചു വെച്ച് നിന്റെ ഇഷ്ടത്തിനും നിന്റെ തന്നിഷ്ടത്തിനും നിന്റെ തോന്നി
തോന്നിവാസത്തിനും നിന്റെ അഹങ്കാരത്തിനും നിന്റെ ആർഭാടത്തിനും നിന്റെ സർവ്വ വൃത്തികേടിനും വേണ്ടിയിട്ട് നീ ഉപയോഗിക്കുന്ന നിന്റെ സമ്പത്തുണ്ടല്ലോ, ഹലാക്കൻ അല ഹലാക്കൻ ഇല ഹലാക്കിഹി, ആ നാശത്തിന്റെ മേൽ നാശത്തിലോട്ടായിട്ട് മാറുന്നതാണ്. നിന്നെ നശിപ്പിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ, നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ, നിന്റെ വീട്, നിന്റെ തലമുറ നശിച്ചു പോകുമെന്നാണ്. അങ്ങനെ ചെയ്താൽ ഒരു പാവപ്പെട്ടവനെ ഇടങ്ങേറാക്കിയാൽ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഇത് മുസ്ലിമിനോട് മാത്രമല്ല, ആ മുസ്ലിമീങ്ങളോട്, ഇതര സഹോദരങ്ങളോട് പോലും നമ്മൾ വ്യവഹാരങ്ങൾ നടത്തുമ്പോൾ, ഇടപാടുകൾ നടത്തുമ്പോൾ മാന്യമായിരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.